കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ആർദ്രമായ അഭിവാദ്യങ്ങൾ നേരുകയാണ്. തൃശ്ശൂർ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമല്ല, തൃശ്ശൂരിൻ്റെ മതസാഹോദര്യത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും ഭൂമി കൂടിയാണ് തൃശ്ശൂർ. തൃശ്ശൂരിലാണ് വിശ്വമതങ്ങളെല്ലാം ആദ്യമായി കാലുകുത്തിയത്. ലോകമതങ്ങളായ ക്രൈസ്തവ മതത്തിൻ്റെയും ആരംഭം തൃശ്ശൂരിലാണ്. ഇസ്ലാം മതത്തിൻ്റെയും ആരംഭം തൃശ്ശൂരിലാണ്. തൃശ്ശൂർ എല്ലാ അർത്ഥത്തിലും മതസാഹോദര്യത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും മണ്ണാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള പ്രിയമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട് ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. തൃശ്ശൂർ യാതൊരു കാരണവശാലും വർഗീയ ഫാസിസ്റ്റുകൾക്ക് കൊടുക്കില്ല. ഇത് തൃശ്ശൂരിൻ്റെ ഗ്യാരണ്ടിയാണ്. ഇടതുപക്ഷ രാഷ്ട്രീയ ഫാസിസ്റ്റുകൾക്കും തൃശ്ശൂർ കൊടുക്കില്ല. അത് തൃശ്ശൂരിൻ്റെ ഗ്യാരണ്ടിയാണ്. തൃശ്ശൂർ ശക്തൻ തമ്പുരാന്റെ മണ്ണാണ്. ഈ കാണുന്നത് വടക്കുംനാഥന്റെ സാന്നിധ്യമാണ്. തൃശ്ശൂർ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെയും തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെയും തൃശ്ശൂർ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെയും മണ്ണാണ്. തൃശ്ശൂരിലാണ് പുത്തമ്പള്ളിയുള്ളത്. സെയിന്റ് തോമസിന്റെ വിശുദ്ധമായ ദേവാലയമുള്ളത് തൃശ്ശൂരിലെ പാലയൂരിലാണ്. പ്രസിദ്ധമാണ് തൃശ്ശൂരിലെ പാവറട്ടി ചർച്ച്. ഇവിടെ വിശുദ്ധരായ മറിയം ത്രേസ്യാമ്മയുണ്ട്. ഇവിടെ വിശുദ്ധയായ ഏവി പ്രാസ്യാമ്മയുടെ ഓർമ്മകളുണ്ട്. ഇതിനെ എല്ലാം സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു. അതോടൊപ്പം തൃശ്ശൂരിലാണ് ഏഷ്യയിലെ ആദ്യത്തെ ഇസ്ലാമിക ദേവാലയമായ ചേരമാൻ ജുമാ മസ്ജിദ് ഉള്ളത്. തൃശ്ശൂരിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഇസ്ലാമിക ദേവാലയമായ ചാവക്കാട് ജുമാ മസ്ജിദ് ഉള്ളത്. ഇവയെല്ലാത്തിനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പറയുന്നു, തൃശ്ശൂർ ഒരു വർഗീയ ഫാസിസ്റ്റുകൾക്കും എടുക്കാൻ കഴിയില്ല. ഇത് തൃശ്ശൂരിന്റെ ഗ്യാരണ്ടിയാണ്. കഴിഞ്ഞില്ല. തൃശ്ശൂരിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ തൃശ്ശൂരിന് മഹാത്മാഗാന്ധി പാദസ്പർശമേറ്റ മണ്ണാണ് ഈ തേക്കിൻകാട് മൈതാനം. വിശ്വപൗരനായ ജവഹർലാൽ നെഹ്റുവിന്റെ പാദസ്പർശമേറ്റ മണ്ണാണ് ഈ തേക്കിൻകാട് മൈതാനം. നമ്മുടെ എല്ലാം ആത്മാവിന്റെ പ്രതീകമായ ശ്രീമതി ഇന്ദിരാ പ്രിയദർശിനിയുടെ പാദസ്പർശമേറ്റാണ് ഈ തേക്കിൻകാട് മൈതാനം. രാജീവ് ഗാന്ധിയുടെ പാദസ്പർശമേറ്റാണ് മണ്ണാണ് ഈ തേക്കിൻകാട് മൈതാനം. ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉജ്ജ്വലമായ മുഹൂർത്തങ്ങളുള്ള മണ്ണാണ് തേക്കിൻകാട് മൈതാനം. ഈ തേക്കിൻകാട് മൈതാനത്തിലെ തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് വരുന്ന കോൺഗ്രസ് നേതാക്കളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന നാഥുറാം ഗോഡ്സെയുടെ RSS സംഘപരിവാർ ശക്തികൾക്ക് തൃശ്ശൂരിൽ എടുക്കാൻ കഴിയില്ല. തൃശ്ശൂരിന്റെ ഗ്യാരണ്ടിയാണത്. മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ട് പോലെ PF പോലെയുള്ള വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന രാജ്യത്തെ വിധ്വംസക ശക്തിയായ പോപ്പുലർ ഫ്രണ്ടിനെയും തൃശ്ശൂർ എതിർക്കും. ഇത് തൃശ്ശൂരിന്റെ ഗ്യാരണ്ടിയാണ്.